ദുബായിൽ എത്തിയ കഥ പറയും. ഹൗ ഡിഡ് യു റീച്ച് ടു ദുബായ്? ദുബായിൽ ആക്ച്വലി നമ്മൾ ദുബായിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പം കസിൻ്റെ കല്യാണത്തിന് ഇങ്ങനെ പോകണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് അവസാനം ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. അവിടെ പോയ ഉടനെ എല്ലാവരും ഈ ദുബായിൽ എത്തുമ്പോൾ മുതൽ ഇവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ദുബായ് തുടങ്ങുന്നുണ്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഫോമോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ അന്ന് ദുബായിൽ എനിക്ക് മഴയൊക്കെ വന്ന ഫ്ലഡിൻ്റെ സമയത്ത് അപ്പോൾ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാവാറ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പിന്നെ ഞാനിങ്ങനെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഇതിൻ്റെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം, കാരണം ബോറടിച്ച് തുടങ്ങി. കറക്റ്റ്. അപ്പോൾ വസീം എനിക്ക് റിപ്ലൈ ചെയ്തു, ലെറ്റ്സ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്തു. അങ്ങനെ വസീമിനെ നേരത്തെ അറിയായിരുന്നോ? എനിക്ക് ഇല്ല, ഞങ്ങൾ ഇതുവരെ കണക്റ്റഡ് അല്ല. എനിക്കൊന്ന് വസീമെ മുമ്പത്തെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് വന്നു. വസീമിന്റെ പോഡ്കാസ്റ്റ് ഉണ്ട്, ഐ വാസ് ഫോളോയിങ് ഹിം. പക്ഷെ നമ്മൾ വി നെവർ ഹാഡ് എ ചാറ്റ്. വെർച്വലി നിങ്ങൾക്ക് അറിയാം, വെർച്വലി അപ്പുറം അറിയാം, ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വസീം വന്ന് പിക്ക് ചെയ്യാൻ വന്നു, ഹോട്ട് പാക്ക് കൊണ്ടുപോയി, പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ. അപ്പോൾ വസീമിനോട് ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ വസീം അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു 4 കണക്ഷനൊക്കെ വിളിച്ച് ഇവരെ കണ്ടോക്കും അവരെ കണ്ടോക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് വസീം പറഞ്ഞു എന്തായാലും അവിടെ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ അവരെ കാണാമെന്ന് പറഞ്ഞിട്ട് സിജി എന്ന് പറയുന്ന ഒരാൾ കണ്ടു. അപ്പം അവിടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിലൂടെ ഒരുപാട് ആക്സസ് സിജി മുഖേന കിട്ടി. നമുക്കൊരു അടിപൊളി ആളാണ് സിജി. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഉള്ളതല്ലേ, അപ്പം രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും പഠിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ ഒരു കണക്ഷനിൽ വന്നിട്ട് അവരെയും പോയി. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതാണ് നാട്ടിൽ ആക്ച്വലി. പക്ഷെ നമ്മളെയും ആ രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് നമ്മളെ നന്നായിട്ട് അറിയുന്നുണ്ടായി. അപ്പം നമ്മളോട് പറയാണ്ട് ഇനീഷ്യൽ പേയ്മെന്റ് ചെയ്തു, പിന്നെ തന്നോളും എന്നുള്ള രീതി അവരാ ചെയ്തു. ദെൻ ഇത് അയ്യോ നമ്മൾ തുടങ്ങി, നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ തുടങ്ങി. അല്ല, കല്യാണത്തിന് അറ്റൻഡ് ചെയ്തിട്ടില്ല. കല്യാണത്തിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരാഴ്ച കൂടി അവിടെ നിന്നുണ്ടായിരുന്നു. കമ്പനി മാത്രമായോ? അല്ല, ഒരാഴ്ച കൂടി നിന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതൊക്കെ നടക്കുന്നുള്ളത്. അപ്പം അറിയാണ്ട് ആ ഒരു കാര്യം നടന്നപ്പോൾ പിന്നെ ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ നടക്കൂല, നാട്ടിൽ വന്നു. എന്നിട്ട് ഒരു അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 1 മാസത്തിൽ ഞാൻ റിസ്വാന് നൗസി പോയി. അവിടെ ഒരു ചെറിയ സ്പേസ് എടുത്തു. ആ സ്പേസിന്റെ ഒരു ഭാഗമായിട്ട്, സ്പേസ് എടുത്തല്ല, ആ സ്പേസിന്റെ നമ്മൾ എപ്പോഴും വാലിഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ വേറൊരാളെ ഓഫീസ് നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് തുടങ്ങിയത് അതേപോലെയാണ് ദുബായിൽ തുടങ്ങിയത്. വേറൊരാളെ ഓഫീസിന്റെ ഒരു ടേബിളാണ് നമുക്ക് ആകെ ഉള്ളത്. പണ്ട് നിങ്ങൾ എവിടെ തുടങ്ങിയത്? പണ്ട് നമ്മൾ ബീച്ചിൽ വേറൊരു ഓഫീസിന്റെ ഒരു ടേബിളായിരുന്നു നമ്മുടെ ഓഫീസ്. ഒരു ടേബിളായിരുന്നു 6 ആൾക്കാരായിട്ട്. അതേപോലെ ദുബായിൽ തുടങ്ങി. ഞാൻ നമ്മൾ ഫോൺ വാങ്ങി ആഡ്സ് റൺ ചെയ്യാൻ തുടങ്ങി. നമ്മളെ സ്റ്റുഡൻസ് അവിടെ വേറൊരു ഹെൽപ്പ് ഉണ്ടായത്, നമ്മളെ ഓൾറെഡി നമ്മളെ കൂടെ വർക്ക് ചെയ്ത പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ ഇന്റേൺഷിപ്പിന് വരാമെന്ന് പറഞ്ഞു. അവരിങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അവരൊക്കെ വന്നു. അവരാണ് നമ്മൾ ഇനീഷ്യൽ ടീം, ദുബായ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ടീം നമ്മളെ സ്റ്റുഡൻസ് ആണ്. നീനു, ഫാത്തിമ, ഇങ്ങനെ ഒരു 3-4 ആൾക്കാർ കൂടെ വന്നിട്ട് ഇവരാണ് നമ്മളെ കൂടെ ഇനീഷ്യൽ സോഷ്യൽ മീഡിയേൻ്റെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു. ലീഡ്സ് തുടങ്ങി, ഞാൻ തന്നെയാണ് ലീഡ്സ് ഹാൻഡിൽ ചെയ്തത്. അതിലൊരു ഫസ്റ്റത്തെ ബാച്ചിൽ 5 സ്റ്റുഡൻസ് വന്നു. അതിൽ 4 അഡ്മിഷൻസും നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം തുടങ്ങിയത് അക്കാഡമിയാണോ? അവിടെ ആദ്യം അക്കാഡമിയാണ് തുടങ്ങിയത്. ബിക്കോസ് ഏജൻസി എനി ടൈം ഇറ്റ്സ് ഈസി, ഐ മീൻ വലിയ കുഴപ്പമില്ല. ഒരുപാട് അക്കാഡമി തുടങ്ങാനാണ് ഡിഫിക്കൾട്ട്. അപ്പം ഞങ്ങൾ അക്കാഡമിയാണ് അവിടെ സ്ട്രക്ചർ ചെയ്തത്. എന്നിട്ട് 4 സ്റ്റുഡൻസ് വന്നു. 4 സ്റ്റുഡൻസ് സാധാ ലീഡ് ആഡ്സ് വിട്ടിട്ട് വാട്സപ്പിലൂടെ പിന്നെ എൻക്വയറീസ് വരുന്നു, ഞാൻ സംസാരിക്കുന്നു. പക്ഷെ അതിൽ 4 സ്റ്റുഡൻസിലും ഒരു 2-3 ലീഡ് ആഡ്സിനേക്കാളും ബ്രാൻഡിലാണ് കുറെ സ്റ്റുഡൻസ് വന്നത്. ഫിദ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ബ്ലോലിനുണ്ട്. അപ്പം നെറ്റ്വർക്കിലാണ്. ജുസൈറ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം, പിന്നെ അങ്ങനെ ഫൈസൽ എന്ന് പറഞ്ഞിട്ട്, ഇവരൊക്കെ ഇപ്പോഴും വലിയ ക്ലോസ് ആണ്. ഇപ്പം നാട്ടിൽ തുടങ്ങിയ പോലെ തന്നെ. അപ്പം ഇവര് വന്ന് പഠിച്ചു. പിന്നെ അവിടെ നിന്ന് മലയാളി സ്റ്റുഡൻസ് ഒരു കിക്ക് സ്റ്റാർട്ട്, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള ഹോപ്പ് വന്നു. പിന്നെ ദുബായിൽ നമ്മൾ ഹയറിംഗ് ഒക്കെ ഭയങ്കര കുറേ ഇതുണ്ടല്ലോ. അപ്പം ഞങ്ങൾ പിന്നെ മെല്ലെ ഓരോരാൾ ഹയർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇന്നും ഞാൻ പറയാം, ഞാൻ ദുബായിൽ കഴിഞ്ഞ 1 വർഷത്തിൽ ഞാൻ ദുബായിലുണ്ടായ ആകെ ഒരു 3-4 മാസമായിരിക്കും. പക്ഷെ ഇന്ന് ദുബായും നമ്മൾ ഓട്ടോമേറ്റഡ് ആയി. അത് അവിടെ 2 റീജിയണൽ ഹെഡ്സ് ഉണ്ട്. അവിടെ തുടങ്ങിയതിന് ശേഷം ഞങ്ങളൊരു
6 മാസമൊക്കെ അല്ലെങ്കിൽ 4 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പുതിയ ഓഫീസിലേക്ക് സ്റ്റുഡൻസ് കൂടുതൽ വരാൻ തുടങ്ങി. ഇത് മതിയാവൂല, തൊട്ടപ്പുറത്ത് ഓഫീസ് വേക്കൻ്റ് ആയിട്ട് കണ്ടു. ഞങ്ങൾ വേഗം പോയിട്ട് എടുത്തു. തരുന്നോ വേഗം പോയിട്ട് എടുത്തു. അവിടെ ഒരു എനിക്കൊന്ന് 2000 സ്ക്വയർ ഫീറ്റ് 2500 സ്ക്വയർ ഫീറ്റ് 4 ക്ലാസ് റൂം ഉണ്ട്, ടീമിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നീ എനിക്ക് ഫോട്ടോ അയച്ച ഓർമ്മയുണ്ട്, നീ റിസ്വാനും ഫോട്ടോ എടുത്തിട്ട് കീ കിട്ടി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സംഭവമല്ല, പക്ഷേ സംവെയർ ഇഫ് ഐ ഹാവ് ടു പുട്ട് ദാറ്റ് ഏജൻസിക്ക് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ ബിഗ് ടൈം. ദുബായ് എന്ന മാർക്കറ്റ് വിച്ച് ഐ വിൽ കം ടു ലേറ്റർ. അക്കാഡമി ബോത്ത് ആർ ഗുഡ്. ഐ വിൽ നോട്ട് സേ ഇന്ത്യ മാർക്കറ്റ് ഇസ് നോട്ട് ഗുഡ്. ഇവിടെയും അത്യാവശ്യം ഇംഗ്ലീഷ് പറഞ്ഞാല് പിന്നെ ചീത്തയായിക്കോട്ടോ, മാക്സിമം മലയാളത്തിൽ പറഞ്ഞാൽ മതി. അപ്പം ഇവിടെയും ഞങ്ങൾക്ക് നന്നായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദുബായ് ഈസ് ഓൾസോ ഫൈൻ. ഏജൻസിക്ക് ഞങ്ങൾ ദുബായ് വാസ് എ വെരി ഗുഡ് ഡെസിഷൻ ഫോർ ഏജൻസി. ബിക്കോസ് ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം ലേറ്റ്ലി ഇപ്പം ഞങ്ങൾ ഏജൻസി തുടങ്ങിയിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ, അക്കാഡമി തുടങ്ങിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം നമ്മളൊരു തുടങ്ങിയത്രയാണ് 5 വർഷം. ഈസ് ലൈക്ക് യു ആർ സെറ്റിംഗ് അപ്പ് ദ ബിസിനസ്. വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു ബിസിനസ് 5 വർഷമെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കൂടാ എന്നുള്ളതാണ്. അപ്പം ഈ 5 വർഷത്തിൽ ഏജൻസിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഏജൻസി എപ്പോഴും മാർജിൻ ബിസിനസ്സിലാണ് ഏജൻസി റൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പിന്നെ ചെറുതായിട്ടും തുടങ്ങാം, വലുതായിട്ടും തുടങ്ങാം. ഈ മാർജിൻ ഉണ്ടെങ്കിലേ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇൻ എൻ ഏജൻസി പീപ്പിൾ ഡ്രിവൺ കമ്പനിയാണ്. അക്കാഡമി പറയുമ്പോൾ അവിടെ ഒരു പ്രൊഡക്റ്റും ഒന്നിച്ചുണ്ട്. ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് ഗുഡ്, നമുക്കിന്നും ഒരുപാട് റെഫറൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അക്കാഡമിയിൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഇഫ് ദ പ്രോഡക്റ്റ് നിങ്ങൾ ഡബിൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിക്കോളും. ടു ആൻ എക്സ്റ്റെൻറ്റ് സ്കെയിൽ ചെയ്യണം എന്നുള്ളതല്ല, ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് വിൽ ഗോ. ഏജൻസി ഈസ് ലൈക്ക് ഹർഷിൽ പറഞ്ഞ പോലെ, ഏജൻസി എന്ന് പറയുന്നത് വാട്ട് യു ആർ ഡൂയിങ്, യു ആർ ഔട്ട്സോഴ്സിംഗ് സ്മാർട്ട് ബ്രെയിൻ. ഹർഷിൽ ഷബാങ്ങിന്റെ ഫൗണ്ടറാണ്. അല്ല, ഹർഷിൽ ഈസ് ദി ഫൗണ്ടർ. അക്ഷയ് ഗുർനാനിയാണ് എക്സിറ്റ് ചെയ്തത്. അക്ഷയ് ഗുർനാനി ഈസ് ദ കോ-ഫൗണ്ടർ. അപ്പം agency for audience information, Shebang is one of the top digital marketing agencies in India. അപ്പം നമ്മൾ പീപ്പിൾ ബിസിനസ്സിലാണ്. നമ്മളെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്തൊരു കമ്പനി വരുന്നു, ആ കമ്പനിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ബ്രെയിൻസിനെ ഞാൻ സെല് ചെയ്യുന്നു. കറക്റ്റ്. അതാണല്ലോ ഏജൻസി ബിസിനസ് എന്ന് പറയുമ്പോൾ. വി വിൽ പിക്ക് ദീസ് പീപ്പിൾ വിൽ ഡു ദെയർ ജോബ് എന്നുള്ളത്. അത് അപ്പം ഇവിടെ സ്മാർട്ടായിട്ടുള്ള ബ്രെയിൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റൂല. ഏജൻസി നമ്മളെടുത്ത് വരാണെങ്കിൽ അവർക്ക് അത് കിട്ടാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന അവരെക്കാളും ബെറ്റർ ആൾക്കാർ ഇവിടെ കിട്ടും എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പീപ്പിളിനെ മാനേജ് ചെയ്യാൻ. ഇപ്പം ലാസ്റ്റ് 3-4 മാസമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന റിക്വയർമെന്റ് അതാണ്. ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിംഗ് ടീം നമുക്ക് ബിൽഡ് ചെയ്ത് തരുമോ എന്നുള്ളതാണ്. എവറിബഡി ഈസ് ഫേസിങ് ദാറ്റ് പ്രോബ്ലം ഓഫ് റീറ്റെയിനിങ് ദ ടീം, ബിൽഡിംഗ് ദാറ്റ് ജെൻസി ടീം എന്നുള്ള രീതിയിൽ. അപ്പം ഈ സ്മാർട്ട് ബ്രെയിൻസിനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ വി നീഡ് പീപ്പിൾ. അപ്പം ഇത് വെരി പീപ്പിൾ ഡ്രിവൺ കമ്പനിയാണ്. അപ്പം ഒരിക്കലും നമ്മൾ, ഞാൻ എപ്പോഴും പറയും, ഏജൻസിയിൽ ഇഫ് യു വോണ്ട് ടു മേക്ക് മണി, either you have to stay very small, ചെറുതായിട്ട് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ you have to stay very big. There is no middle ground. Because middle groundൽ നിങ്ങളെ പീപ്പിൾ എക്സ്പെൻസും റവന്യൂവും ഷോൾഡർ ടു ഷോൾഡർ ആണ് എപ്പോഴും, റൈറ്റ്? സോ യു വിൽ ഓൾവേസ് ബി ഗോയിങ് ഫ്രം വൺ പേ ചെക്ക് ടു അനദർ, റൈറ്റ്? ഇതിൽ നിന്ന് ഇഫ് യു വോണ്ട് ടു മാറണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് എ പ്ലേസ് വെയർ ദ മാർജിൻ ഇസ് ഗുഡ്. അപ്പം പീപ്പിൾ എക്സ്പെൻസും സ്കെയിലിങ്ങും നടക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളും എത്രയോ എക്സ് കൂടുതലാണ് നമ്മുടെ മാർജിൻ. അപ്പം ദാറ്റ് ബാലൻസസ്. അപ്പം ദുബായിൽ പോയപ്പോഴാണ് നിങ്ങളെ മാർജിൻ കൂടിയത്. നമ്മളെ മാർജിൻ കൂടിയത്. ഐ വുഡ് സേ നമ്മൾ ഇവിടെ ചെയ്യുന്നതിനേക്കാളും 2x, 3x, 4x ഒക്കെ ഈസി മാർക്കറ്റ് ടു സെൽ ഇൻ ദുബായ്, റൈറ്റ്? ഇവിടെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും. പിന്നെ അവിടെ ഒരുപാട് ഇറ്റ്സ് എ ബിസിനസ് ഹബ്ബാണ്. ലോക്കൽ ബിസിനസ് ഇവിടെ ബിസിനസ്സുകളെ എടുക്കണ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കി എന്നുള്ളതല്ല, നമ്മുടെ ഫോക്കസ് ബിസിനസ് ലീഡ്സിനുള്ള ഫോക്കസ് മൊത്തം. പിന്നെ ദുബായിൽ ഞങ്ങൾ ശ്രദ്ധിച്ച വേറൊരു സംഭവിച്ചാൽ, ഈ കമ്പനീസ് ചിലപ്പം
അവർ നമ്മളെ ഓഫീസ് വന്ന് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ റിയൽ ആയിട്ട് ഓഫീസ് ഉണ്ടോ എന്നുള്ള അങ്ങനത്തെ ഒരു പ്രാക്ടീസ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്തത്. 3-4 ക്ലയൻസ് നമ്മൾ ഓഫീസിൽ വന്ന് ചെക്ക് ചെയ്തിട്ടാണ് അവർ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തതും. അതായത് ഇവിടുന്ന് എടുത്തിട്ട് നാട്ടിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന പോലെയാണോ ഇല്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ദുബായിൽ ഒരു ഫിസിക്കൽ സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങിയപ്പോഴേക്ക് നമുക്കത് ആക്സസിബിലിറ്റി നല്ലതായിട്ട് കൂടി. എനിക്കൊന്നും നമ്മൾ ഇന്ന് ഏറ്റവും റീറ്റെയിനർ ഉള്ള പിന്നെ ക്ലൈൻ്റ് ഉള്ളതും ദുബായിൽ തന്നെയാണ്. പിന്നെ നല്ല how much is that retainer if you can say? It comes anywhere between 7 to 8 lakhs per month. ഞാൻ ആരിസംഘോല് ചേർത്താൽ മതിയല്ലോ. ആ ഒരു സംഭവം വരുന്നുള്ള കമ്പനീസും ദുബായിൽ തന്നെയാണ്. What kind of services? നമ്മൾ എല്ലാ സർവീസും ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ, പെർഫോമൻസ്, SEO ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രാൻഡ് ആക്ടിവേഷൻ, അങ്ങനെ എല്ലാ സംഭവം ഒന്നിച്ച് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒറ്റക്കായിട്ടുള്ളതല്ല. അപ്പം ഈ പോസിബിലിറ്റി വാസ് നെവർ. ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. നമ്മളെ ഇനിയും ചിലപ്പോൾ 10 years കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആക്സസ്. ബട്ട് ആസ് ഇന്നത്തെ പോയിന്റിൽ ഇറ്റ് വാസ് നെവർ ഹാപ്പനിങ് in Kerala. അപ്പം ഞങ്ങൾ that way when I'm looking at it, Dubai is a very amazing market for us. അപ്പം അവിടെ മലയാളികൾ തന്നെയായിരുന്നു നിങ്ങളെ കസ്റ്റമേഴ്സ്? അവിടെ ഈ റീറ്റെയിനർ പിന്നെ മലയാളിയാണോ? അല്ല, ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയാണ്. ഓക്കെ. നമുക്ക് അവിടെ ഒരു അടിപൊളി, അതായത് നിങ്ങൾ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ, ഞാൻ ദുബായിൽ പോയിട്ട് ഫസ്റ്റ് 6 months ഡെന്യൂബ് വാസ് മൈ ക്ലൈൻറ്റ്. We are doing web development for them. Arada is already a client. അത് കഴിഞ്ഞു, അറാഡ ക്ലൈൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ഇത് ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനി നമ്മൾ ക്ലൈൻ്റ് ആയിട്ടുണ്ട്, അവിടുത്തെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ്. പിന്നെ ഇപ്പം Med7 ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ലാർജ് എൻ്റർപ്രൈസസിൻ്റെ ഒക്കെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. That came from the brand we built here and from the network which we already had. അപ്പം അവിടെ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആക്സസ് കിട്ടിയിട്ടുണ്ട്. ഓഫീസും കൂടി തുടങ്ങിയപ്പോൾ അത് ഒരു 2x 3x ആയി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർട്ട്ഫോളിയോ ഓൾറെഡി ഉണ്ടപ്പോഴേ ഞാൻ പണ്ട് ഞാൻ ദുബായിൽ എത്തിയപ്പോഴേക്കും ഒരു ലാർജ് കമ്പനീൻ്റെ അടുത്ത് പിച്ച് ചെയ്യാൻ പോയി. അപ്പോൾ ആ പിച്ച് ചെയ്യാൻ പോയിട്ട് ഞാൻ ടീമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ടെക്സ്റ്റ് ചെയ്തൊരു മെസ്സേജ് ഉണ്ട്. അതായത് താങ്ക് യു സോ മച്ച്, ഞാൻ ഇത്ര വലിയ കമ്പനിയുടെ പിച്ച് ചെയ്യാൻ പോകുമ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ട്, അവരെന്ത് ചോദിച്ചോ അതെനിക്ക് കാണിക്കാനുണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ. ഷോപ്പിഫൈ ചെയ്തോ, അത് ആക്സസ് ഉണ്ടോ, റവന്യൂ കൊടുത്തിനോ, ഇത് സോഷ്യൽ മീഡിയ പേജ് ദുബായിലുള്ള ഏതെങ്കിലും നിങ്ങൾ ചെയ്തിനോ, ഇത്. അപ്പം ആ ഒരു ആക്സസ് അല്ലെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയത് വാസ് വെരി ഹെൽപ്പിംഗ്. ആരെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ട്, നമ്മളിങ്ങനെ ഹാർഡ് ടു കൺവിൻസ് ആവേണ്ട ആവശ്യം. പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പം ആ ഫസ്റ്റത്തെ 5 കൊല്ലം പോർട്ട്ഫോളിയോക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ലോഗോ ആദ്യം വെബ്സൈറ്റിൽ കുറേ ലോഗോ കാണുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ദാറ്റ് വേ ദുബായ് ഈസ് എ വെരി ഗുഡ് മാർക്കറ്റ് ഫോർ അസ്. ആൻഡ് നമ്മൾ ദുബായിൽ ഡബിൾ ഡൗൺ ചെയ്യാം. എന്നിട്ട് പിന്നെ ദുബായിൽ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത സമയത്ത് നമ്മളെ പ്ലാന് US യൂറോപ്പ് പോലത്തെ മാർക്കറ്റ് പോയിട്ട് ആ മാർജിൻ ഇനിയും പുഷ് ചെയ്യാന്നുള്ളത് തന്നെയാണ്